നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ നിർത്താനുള്ള നീക്കത്തിൽ ഉടക്കുവെക്കുകയാണ് PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ താൻ മത്സരിക്കാൻ ഇറങ്ങുമെന്ന സൂചനയാണ് അൻവർ ഇന്ന് നൽകുന്നത്. പൊതുവിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പ്രതിസന്ധിയാണ് ഇപ്പോൾ UDFിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ആരെയെങ്കിലും MLA ആക്കാനല്ല രാജിവെച്ചതെന്നാണ് അൻവറിന്റെ പ്രതികരണം. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താൻ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതെനിക്കറിയില്ല. അല്ല, അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഷൗക്കത്തിന്റെ കാര്യം ഞാൻ അങ്ങനെ പറയാം. എനിക്ക് എന്റെ കാര്യം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരതിർത്തി അല്ല, അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയൊക്കെ ഉണ്ടാവില്ല. ഉറപ്പല്ലേ, ഇതിങ്ങനെ പറഞ്ഞ് നീട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയും വിഷമൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് എനിക്കതിനുള്ള ശേഷിയില്ലോണ്ടാണ് എനിക്ക് അതിർത്തി ഇല്ലാത്തത്. ഇതൊക്കെ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിനൊരു പൂർണ്ണ അംഗമാവുന്നതാണല്ലോ. അല്ല, അസോസിയേറ്റഡ് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴും. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസിന്റെ സ്റ്റെപ്പിൽ നിൽക്കാന്നില്ലാണ്. അതാണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. ഞാൻ എന്നും തൃപ്തനാണ്. ഈ സാധനം കൊണ്ടുപോകാൻ മറക്കരുത്. ഡീറ്റെയിൽസ് എടുക്കണം. എങ്ങനെ നമുക്ക് ആലേക്ക് സ്ഥാനാർത്ഥിനെ വന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വരട്ടെ. PV അൻവറിന്റെ പ്രതികരണമാണ് ഇത്. ഇന്ന് UDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായാൽ താൻ മത്സരിക്കും എന്ന രീതിയിലുള്ള സൂചനകൾ നൽകുന്നത്. ഇതുവരെയും UDFിന്റെ ഭാഗമാക്കാത്തതിലും അൻവർ ഇപ്പോൾ വിയോജിപ്പിലാണ്. UDF പ്രവേശനം വൈകുമ്പോൾ അണികൾക്ക് അതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അൻവറിന്റെ പ്രതികരണം. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താൻ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതിൽ നല്ല ജിന്നുകളുണ്ട്. അതെനിക്കറിയില്ല. അല്ല, അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഷൗക്കത്തിന്റെ കാര്യം ഞാൻ അങ്ങനെ പറയാം. എനിക്ക് എന്റെ കാര്യം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണല്ലോ ഇപ്പൊ UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണല്ലോ ഇപ്പൊ UDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരുമാനിക്കേണ്ട. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് അല്ലേ. അല്ല, പണ്ട് കരുണാകരൻ ലീഡർ പറഞ്ഞ പോലെ തള്ളും വേണ്ട കൊള്ളും വേണ്ട. ആ, ലീഡർ അങ്ങനെയാണല്ലോ പറയുന്നത്. അത്തരം ഘട്ടങ്ങളിൽ അങ്ങനെ കൂട്ടിയാൽ മതി. അത് PV അൻവറിന്റേത് സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ UDF. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയത്. കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. PV അൻവറിന്റെ ഈ നിലപാട് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ആ സമ്മർദ്ദത്തിന് അടിപ്പെടേണ്ട എന്ന് തന്നെയാണ് UDFിന്റെ തീരുമാനം. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടാൽ VS ജോയി കടുത്ത നീക്കത്തിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ള സൂചനയുമുണ്ട്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് PV അൻവറിന്റെ ആഗ്രഹം. അതേസമയം വൈകാരികമായ കുറിപ്പുമായി മുൻ DCC പ്രസിഡന്റും നിലമ്പൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുമായ VV പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, എന്തായാലും UDF ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണല്ലോ ഇപ്പോഴത്തെ സൂചന. അൻവർ ആര്യാടൻ ഷൗക്കത്ത് വേണ്ട എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കഴിഞ്ഞു. അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നല്ലേ ഇപ്പോൾ UDF കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ?
മഞ്ജുഷ, അൻവർ ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിനപ്പുറം VSOയുടെ ഭാഗത്തുനിന്ന് കൂടി കടുത്ത സമ്മർദ്ദം വരുന്നു. അതോടൊപ്പം തന്നെ VV പ്രകാശിന്റെ മകൾ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഷൗക്കത്തിനെതിരെ അൻവർ നടത്തുന്ന നീക്കങ്ങൾക്ക് ഒപ്പം പ്രധാനപ്പെട്ടതാണ്. VSO ഇതിനോടകം തന്നെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. തൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതായിട്ടും തനിക്ക് മലമ്പുഴയിൽ തോൽക്കുന്ന ഒരു സീറ്റ് മാത്രമാണ് ഇതുവരേക്കും നൽകിയിട്ടുള്ളത്. പിന്നീട് അവസരം നൽകിയിട്ടില്ല. മികച്ച KSU പ്രസിഡന്റായിരുന്നു. മികച്ച ജില്ലാ അധ്യക്ഷൻ്റെ രാജ്യത്തെ മികച്ച ജില്ലാ അധ്യക്ഷന്മാരിൽ ഒരാളാണെന്ന് നേതൃത്വം അംഗീകരിച്ചതാണ്. എന്നിട്ടും ഇത്തരത്തിൽ ഒഴിവാക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇനി മലപ്പുറത്തിന് പുറമെ മറ്റൊരു സ്ഥലത്ത് പോയി മത്സരിക്കുകയും പ്രായോഗികമായിട്ടുള്ളതല്ല. അപ്പോൾ തന്നെ ഒഴിവാക്കുന്നതിലെ അതൃപ്തി കൃത്യമായിട്ട് ഇതിനോടകം തന്നെ VSO നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന അരിടൻ ഷൗക്കത്തും VSOയും ഒരേപോലെ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിനു പുറമെയാണ് PV അൻവർ എന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തികച്ചും കോൺഗ്രസ് നേതൃത്വം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ VV പ്രകാശിന്റെ മകളുടെ വൈകാരികമായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നിരിക്കുന്നത്. നമുക്കറിയാം VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉദ്ദേശിച്ച ഒന്നാണ്. ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ അനുമോദ്? പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജുഷ അത്. കാരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സീറ്റിന് വേണ്ടി VV പ്രകാശും ആര്യാടൻ ഷൗക്കത്തും ഒരേപോലെ സമ്മർദ്ദം ചെലുത്തുകയും തുടർന്ന് VV പ്രകാശിനെ ഏറെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ അണികൾ വലിയ തോതിൽ പരസ്യ പ്രതിഷേധം നടത്തുകയും അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കലാപം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കേവലം 2700 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് അന്ന് അൻവറിന് ലഭിച്ചത്. അതായത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് VV പ്രകാശിൻ്റെ ജയം നിഷേധിക്കപ്പെട്ടത്. അതിൽ ഒരു വിഭാഗത്തിന് ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധമുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് പിന്നീട് ഈ VV പ്രകാശ് മരിച്ചിട്ടും ആ തരത്തിലുള്ള ഒരു ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപവും പലരുടെ ഭാഗത്ത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ ഇരിക്കെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും പരോക്ഷമായിട്ടൊരു വൈകാരിക പ്രതികരണം പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് എതിരെ ആയിട്ടുള്ള ഒരു വികാരമായിട്ട് തന്നെ വേണം കണക്കാക്കുവാൻ. നേതൃത്വത്തിൽ കണ്ടില്ല എന്ന് നടിക്കുവാൻ ഈ ഘട്ടത്തിൽ കഴിയുകയില്ല. മാത്രമല്ല അത് VSOയ്ക്ക് അനുകൂലമാവുന്ന തരത്തിലേക്കൊരു സാഹചര്യം തീർക്കാനുള്ള സമ്മർദ്ദമായിട്ട് കൂടി വേണം കാണുവാൻ. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും UDF-ൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നിലധികം പേരുകൾ AICCക്ക് നൽകും. ഇതിൽ കൂടിയാലോചനയും നടത്തും. PV അൻവറിന്റെ പിന്തുണ ഉണ്ടെന്നും സണ്ണി ജോസഫ് രാവിലെ കൊച്ചിയിൽ പറഞ്ഞിരുന്നു. കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുവാനുള്ള യോഗവും നടക്കുന്നുണ്ട്. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ്. AICCക്ക് ഇന്ന് തന്നെ KPCCയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും. അതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്നിലേറെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ല, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. PV അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ UDF-നെ സഹായിക്കും. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിൽ ഒരുവിധ ആശയക്കുഴപ്പവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പിന്തുണ പ്രഖ്യാപിക്കുമെന്ന PV അൻവറിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഒരു ആശങ്കയും വേണ്ട. അത് ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരും. അവിടെ മനസ്സിലായില്ല, UDF-ന്റെ സ്ഥാനാർത്ഥി വരും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥി വരും. ഏറ്റവും ആദ്യം ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. ഞങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. PV അൻവർ ഇപ്പോൾ PV അൻവർ ഓൾറെഡി UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വാക്കുകളെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വാട്ടർലൂ നിലമ്പൂരിൽ നിന്നും ആരംഭിക്കും. അതിശക്തമായ ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥി അവിടെ വൻ വിജയം നേടും. അതോടുകൂടി ക്ലൈം ഡൗൺ ആണ് പിണറായി സർക്കാരിന്റെ. സാമുദായിക ഘടകങ്ങൾ മുതൽ സ്വാധീനം വരെ പല ഘടകങ്ങൾ കാച്ചിക്കുറുക്കിയാകും മുന്നണികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. ആകെ വോട്ടർമാരിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിനാണെങ്കിലും ക്രൈസ്തവ ഈഴവ വോട്ടുകൾക്ക് മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുവാനുള്ള ശേഷിയുണ്ട്. നട്ടുനനച്ചാൽ എന്തും വിളയുന്ന മതേതരബോധമുള്ള മനുഷ്യരുടെ മണ്ണാണ് നിലമ്പൂരിലേത്. കുടിയേറ്റത്തിന്റെ ചൂടും ചൂരുമുള്ള രാഷ്ട്രീയ ഭൂമികയിൽ പക്ഷേ കണക്കുകൂട്ടലുകൾ പിഴച്ചാൽ അടിതെറ്റും. അതുകൊണ്ടുതന്നെ സാമുദായിക സമവാക്യങ്ങളടക്കം പല ഘടകങ്ങൾ
സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കും. ആകെ വോട്ടർമാരിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായം തന്നെ. 2011 സെൻസസ് പ്രകാരം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം 90,907. 14 വർഷത്തിനിപ്പുറം മുന്നണികളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് 94,000-നും 97,000-നുമിടയിൽ മുസ്ലിം വോട്ടർമാരുണ്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ. ഏതാണ്ട് അതിനടുത്ത് തന്നെയുണ്ട് ഹൈന്ദവ വോട്ടർമാരുടെ എണ്ണവും 93,000-ലധികം. നായർ, ഈഴവ വിഭാഗങ്ങളാണ് ഹൈന്ദവരിൽ ഭൂരിഭാഗവും. 14 വർഷം മുൻപ് നിലമ്പൂർ മണ്ഡലത്തിലെ പട്ടികജാതി വോട്ടർമാർ 7.72%, അതായത് 15,986 പേർ. രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലനുസരിച്ച് 2025 5,000 മുതൽ 8,000 പേരുടെ വർധന, അതായത് 25,000-ൽ താഴെ SC വോട്ടർമാരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളതെന്നർത്ഥം. ചോലനായ്ക്കരടക്കമുള്ള ST വിഭാഗം ഏതാണ്ട് 4%-നും 5%-നും ഇടയിൽ. 10,000-ൽ താഴെയുണ്ട് ST വിഭാഗം. ക്രൈസ്തവ വോട്ടുകളുടെ ആധിക്യമുള്ള മണ്ഡലം എന്ന പ്രത്യേകതയുമുണ്ട് നിലമ്പൂരിന്. 30,000-ഓളം വോട്ടുകൾ. ആകെ വോട്ടിന്റെ 12%-ഓളമുണ്ട് ക്രൈസ്തവ വോട്ടുകൾ. ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണയം മുതൽ ജയം വരെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന കണക്കുകളാണ്. മണ്ഡലത്തിലധികവും വനവുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ നഗര കേന്ദ്രീകൃത വോട്ടർമാർ 1/3 മാത്രം. ഇത്തവണ 263 പോളിംഗ് സ്റ്റേഷനുകൾ. അളന്നും അരിച്ചും കണക്കെടുത്താകും ഉപതെരഞ്ഞെടുപ്പ് പയറ്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എം സ്വരാജ് നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. സ്വന്തം നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടെ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF-ലെ പടലപ്പിണക്കങ്ങളും ഇടത് തീരുമാനത്തെ സ്വാധീനിക്കും. മലപ്പുറംകാരൻ കൂടിയായ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനാണ് തെരഞ്ഞെടുപ്പ് ചുമതല നേരത്തെ തന്നെ CPM നൽകിയിരിക്കുന്നത്. അഭിമാന പോരാട്ടമാകുന്ന നിലമ്പൂരിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് എം സ്വരാജ് തന്നെ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം ഉയർന്നുവരുന്നതിന്റെ കാരണം. നാട്ടുകാരൻ കൂടിയായ സ്വരാജ് മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വെച്ചുവെന്നാണ് സൂചന. ഒരു വശത്ത് PV അൻവർ നടത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി, മറുവശത്ത് നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടായാലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. കടുത്ത പോരാട്ടം തന്നെയാണ് CPM മുന്നിൽ കാണുന്നത്. വീണ്ടും ഭരണ തുടർച്ച എന്ന പ്രചരണം CPM ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പായി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാവുന്ന തിരിച്ചടി ഈ പ്രചരണങ്ങളെ ബാധിക്കും. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് CPM-ന്റെ നീക്കം. സ്വരാജ് അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനാണ് മുൻതൂക്കം, അല്ലെങ്കിൽ ചില പ്രാദേശിക നേതാക്കൾ. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, മുൻ കോൺഗ്രസ് നേതാവ് M തോമസ് മാത്യു, ഇങ്ങനെ നീളുന്നു ആ സാധ്യതാ പട്ടിക. PV അൻവറിന്റെ നീക്കം UDF-ലുണ്ടാക്കിയ ആശയക്കുഴപ്പം CPM നിരീക്ഷിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തെ ഇതും സ്വാധീനിച്ചേക്കാം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJP-യിൽ ഭിന്നതയാണ്. കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾ വ്യത്യസ്ത നിലപാടെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയെ അറിയിച്ചു. എന്നാൽ മത്സരിച്ചില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാകുമെന്ന് എതിർവിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാകുമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വേണോ എന്നതിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിലമ്പൂരിലേത് അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഇത് ഇലക്ഷന്റെ കാരണം എന്തായിരുന്നു? LDF-ന് ഒരു ഇക്കരെ നിന്ന് അക്കരെ പച്ച എന്ന് പറഞ്ഞ് ഒരു MLA അങ്ങോട്ട് പോയി. അവര് ഈ 6-8 മാസത്തിന് ഒരു ബൈ ഇലക്ഷൻ സൃഷ്ടിച്ചു. അത് ഞാൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. എന്നാലും ഞങ്ങൾ ഇന്നലെ BJP കോർ കമ്മിറ്റി അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞങ്ങൾ NDA-ന്റെ ഒപ്പം ഇരുന്ന് തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത്, ഈ 8 മാസം 7 മാസം ഒരു റിമൈനിങ് ടേം ഒരു ഇലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ. പൊതുമരാമത്ത് വകുപ്പ് അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് അൻവർ. ദേശീയപാത പണിയുന്ന കോൺട്രാക്ടർമാരിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസത്തിന് 2 മിനിറ്റ് വീതമുള്ള 4 റീൽസ് എടുക്കാൻ 39,64,500 രൂപ ചെലവഴിച്ചുവെന്നും PV അൻവർ വിമർശിച്ചു. ഏറ്റവും വലിയ അഴിമതി, ഒരുപക്ഷെ കേരളം കണ്ട നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താ ഇപ്പോൾ പുള്ളി പറയുന്നത്? ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. ആ തൊട്ട് ക്ഷ വരെ കേന്ദ്ര NHAI ആണ്, കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റീൽസ് എടുക്കുന്ന വിഷയം, ഞാൻ റീൽസ് എടുക്കുന്നതിൽ 2 മിനിറ്റുള്ള 4 റീൽസിന്
39 ലക്ഷത്തി ചില്ലാനം 39,64,800 രൂപ ചെലവഴിച്ചു ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പച്ചക്കള്ളമാണെന്ന് പറഞ്ഞത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളെ പ്രതി ചേർത്ത് EDയുടെ കുറ്റപത്രം. CPMന്റെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. K. രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുറ്റപത്രം കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. 83 പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. CPM പാർട്ടിയെയും കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നവമി, നേരത്തെ CPMന്റെ ചില പ്രാദേശിക നേതാക്കൾ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു, പക്ഷേ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. അന്നേ വിമർശനം ഉണ്ടായിരുന്നതാണ് എന്തുകൊണ്ട് ഇവരെ പ്രതി ചേർത്തില്ല എന്ന്. ഇപ്പോൾ ആ വിമർശനത്തിന്റെ മുനയൊടിച്ചുകൊണ്ടാണല്ലോ മുതിർന്ന നേതാക്കളായ 3 പേരെയും K. രാധാകൃഷ്ണനെയും MM വർഗീസിനെയും AC മൊയ്തീനെയും പ്രതി ചേർത്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? മഞ്ജുഷ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMനോ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ യാതൊരു പങ്കുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് അല്പസമയം മുമ്പ് കലൂർ PMLA കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ 27 പേരെയാണ് അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ചേർത്തിരിക്കുന്നത്. മൊത്തം 83 പ്രതികളുണ്ട്. തട്ടിപ്പ് നടത്തിയതുവഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടികളാണ്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ED 128 കോടി രൂപ കണ്ടുകെട്ടി എന്ന് കൂടി ഇന്ന് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതിൽ 64ാമത്തെ പ്രതി മധു അമ്പലപ്പുറം വടക്കാഞ്ചേരി കൗൺസിലറാണ്. അതിനുശേഷം 67ാമത്തെ പ്രതിയായി AC മൊയ്തീൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, 68 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, 69ാം പ്രതി MM വർഗീസ്, മുൻ ജില്ലാ സെക്രട്ടറിയാണ്, 70ാം പ്രതി K. രാധാകൃഷ്ണൻ MP. അങ്ങനെ ഇവർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും വലിയ തട്ടിപ്പ് കരുവന്നൂരിൽ നടന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഈ നേതാക്കളെല്ലാം ED ഓരോ ഘട്ടങ്ങളിലായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ പലപ്പോഴും നേതാക്കളോട് പിന്നീട് ഹാജരാക്കണം, വേണ്ട രീതിയിലുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ പോലും ഹാജരാക്കാതെ ചോദ്യം ചെയ്യലിന് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ മുന്നിൽ നിന്നിരുന്നു. അപ്പോഴും പാർട്ടി പറയുന്നത് EDയുടെ ഒരു വേട്ടയാടലാണ്, കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിക്കോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിലടക്കം ചില നേതാക്കളെ ഈ ബാങ്കുമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ തന്നെ ചില നേതാക്കളെ മാത്രമായിരുന്നു, പ്രാദേശിക നേതാക്കളെ മാത്രമായിരുന്നു പ്രതി ചേർത്തിരുന്നത്. അപ്പോഴും AC മൊയ്തീനെയും ഏറ്റവും ഒടുവിൽ K. രാധാകൃഷ്ണൻ MPയെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് വിട്ടയക്കുന്നതിന് ശേഷവുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിലാണ് ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്. 67, 68, 69, 70 എന്നീ രീതിയിലേക്കാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ 68ാമത്തെ പ്രതിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, അതായത് CPMനെയും പ്രതി ചേർത്തിരിക്കുന്നു. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് CPMന് കൃത്യമായി അറിയാമായിരുന്നു കരുവന്നൂരിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പ് പാർട്ടി നേതാക്കൾക്കും പാർട്ടിയും അറിയായിരുന്നു എന്ന് തന്നെയാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും അന്തിമ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 8 രാഷ്ട്രീയ നേതാക്കളാണുള്ളത്. അതിൽ ഏറ്റവും ആശ്വാസം എന്നോണം ഈ മുൻ MP കൂടിയായ PK ബിജുവിനും കേരള ബാങ്ക് പ്രസിഡന്റ് MK കണ്ണനും ആശ്വാസം. ഇവരെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിൽ പോലും ഇവർക്ക് ഈ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് EDയും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് PK ബിജുവും കണ്ണനുമില്ല, PK ബിജുവും കണ്ണനും പ്രതിപട്ടികയിലില്ല. പക്ഷേ അതേ സമയത്താണ് K. രാധാകൃഷ്ണന്റെ പേര് കൂടി ചേർത്തത്. AC മൊയ്തീന്റെ പേരും ചേർത്തു, MM വർഗീസിന്റെ പേരും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. നവമി, ഇതിൽ ഈ ബിനാമി വായ്പകളിലൂടെ പണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് വകമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ, അത് നിക്ഷേപകരുടെ പണം വകമാറ്റി എന്നുള്ളതാണല്ലോ, അവർക്ക് പണം തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി, ബാങ്കിനെ കുഴപ്പത്തിലേക്ക് ചാടിച്ചു എന്നുള്ളത്. ഇതിന് ബലം നൽകുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കൾ പോലും പ്രതിപട്ടികയിലേക്ക് കടന്നു വരുന്നത്.
അതെ, തീർച്ചയായും നമ്മൾ കാണാൻ ഇന്ന് ED സമർപ്പിച്ച കുറ്റപത്രം, അത് വലിയൊരു പെട്ടിയിലാണ് ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിലെല്ലാം കൃത്യമായിട്ടുള്ള രേഖകൾ, പ്രതികൾക്കെതിരായിട്ടുള്ള തെളിവുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ശേഖരിക്കുവാനും കോടതിയിൽ ഹാജരാക്കുവാനും EDക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 5ഓളം അക്കൗണ്ടുകൾ, അതായത് ഈ ആദായ നികുതി വകുപ്പിന് പോലും അറിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ കൃത്യമായി റിട്ടേൺസ് ഒന്നും കാണിക്കാതെ, ആരും അറിയാതെ ഈ പാർട്ടി നേതാക്കൾ മാത്രം 5 അക്കൗണ്ടുകളാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ED മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളടക്കം കണ്ടുകെട്ടി, സ്വത്തുക്കളടക്കം കണ്ടുകെട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും ED കടക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യം ചെയ്യലുകളിലൊന്നും എല്ലാം തന്നെ ഈ പാർട്ടി നേതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റി വിവരം നൽകിയത്. CPM-ന് വലിയ തിരിച്ചടിയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെ പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ 3 മുതിർന്ന നേതാക്കൾ പ്രതികളാണ്. ആകെ CPM-ന്റെ 8 നേതാക്കളാണ് പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം K. രാധാകൃഷ്ണൻ MP പ്രതിയാണ്. മുൻ മന്ത്രി AC മൊയ്തീൻ പ്രതിയാണ്. മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുന്നു. കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കൊല്ലം തീരത്ത് മാത്രം ഇതുവരെ 23 കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തിയത്. നീണ്ടകര, പരിമണം, കരുത്തുറ, ശക്തികുളങ്ങര, മദാമത്തോപ്പ്, ആലപ്പാട്, ആലപ്പുഴ, ആറാട്ടുപുഴ തുടങ്ങിയ മേഖലകളിലാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. രാവിലെ ഏകദേശം 6:30 മണിക്കാണ് നമ്മുടെ കണ്ടെയ്നർ ഈ തറയിൽ കടവ് ഭാഗത്തേക്ക് കാണപ്പെട്ടത്. അപ്പോൾ തന്നെ പോലീസിന് വിവരം കിട്ടി. ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ ജില്ലാ കളക്ടറെയും വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ പോലീസ് പാർട്ടി എത്തി ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു. ആ കണ്ടെയ്നർ ഈ പാറയിൽ അടിച്ചത് പൊട്ടിയിട്ടുണ്ട്. ആറാട്ടുപുഴയിൽ കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു. സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഓറഞ്ച് തുണി കൊണ്ട് പൊതിഞ്ഞ ബോക്സുകളും തീരം തൊട്ടു. കണ്ടെയ്നറുകൾ എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചു. നിലവിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നത് വിലക്കിയിട്ടുണ്ട്. കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധിക്കും. അതേസമയം കണ്ടെയ്നറുകളിൽ നിന്ന് 200 മീറ്റർ അകലത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. കണ്ടെയ്നറുകൾ പരിശോധിച്ച ശേഷമായിരിക്കും സ്ഥലത്ത് നിന്ന് മാറ്റുകയെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ടാണ് പരിശോധിച്ച ശേഷം ബാക്കി നമ്മൾ എടുക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെയുണ്ട്. അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കത്തോളം ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വെള്ളവുമായി ചേർന്നാൽ തീ പിടിക്കാവുന്ന രാസവസ്തുക്കളുണ്ടെന്നും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ തെക്കൻ തീരത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് വിവരം. കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ വിദേശ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശ്രമം തുടരുകയാണ്. 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും കപ്പലിലുണ്ട്. എണ്ണച്ചോർച്ചയുടെ മാപ്പിംഗിനായി നൂതന സാങ്കേതിക വിദ്യകളുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുകയാണ്. പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ സംവിധാനമുള്ള കപ്പലാണ് എണ്ണപ്പാട പടരുന്ന സാഹചര്യം നിയന്ത്രിക്കാനായി കോസ്റ്റ് ഗാർഡ് നിയോഗിച്ചിരിക്കുന്നത്. എണ്ണച്ചോർച്ച കണ്ടെത്തുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ ആകാശ നിരീക്ഷണവും നടത്തുന്നു. കോസ്റ്റൽ ഗാർഡ് മലിനീകരണ പ്രതിരോധത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജീവമാക്കി. മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമാണുള്ളത്.
കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകിയത്. ഈ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചത് കപ്പലിന്റെ ഉൾഭാഗത്താണ്. കടലിലേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകളിൽ ഇവയുണ്ടോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അപകടം നടന്ന സ്ഥലത്ത് തുടരുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലും ജാഗ്രതയോടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ പദാർത്ഥങ്ങൾ കോസ്റ്റ് ഗാർഡും നാവികസേനയും പരിശോധിക്കുന്നുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. VS അച്യുതാനന്ദനെ പുകഴ്ത്തിയും പിണറായി വിജയനെ പരിഹസിച്ചും G സുധാകരന്റെ കവിത ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന പേരിൽ കലാകൗമുദിയിലാണ് G സുധാകരന്റെ കവിത. VSനെ കുട്ടനാടിന്റെ വീരപുത്രൻ എന്നാണ് കവിതയിൽ വിശേഷിപ്പിക്കുന്നത്. 2011 തുടർഭരണം വരാതിരിക്കാൻ യൂദാസുമാർ പത്മവ്യൂഹം തീർത്തെന്നും G സുധാകരൻ കവിതയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, 2011 VS അച്യുതാനന്ദൻ തുടരണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് നടക്കാതെ പോയത് യൂദാസുമാർ പത്മവ്യൂഹം തീർത്തതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു എതിർപ്പുണ്ടായതുകൊണ്ടും തോൽപ്പിച്ചതുകൊണ്ടുമാണ് 3 MLA-മാരെ കിട്ടാതെ പോയത് എന്ന കാര്യമാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും മഞ്ജുഷ്, G സുധാകരൻ VS അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത അനുയായിയും ശിഷ്യനുമൊക്കെ ആയിരുന്നു വർഷങ്ങളോളം. പിന്നീട് പിണറായി VS ഗ്രൂപ്പ് ഒരു ശക്തമാകുമ്പോഴാണ് സുധാകരൻ മറുകണ്ഠം ചാടുകയും പിണറായിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി തന്നെ ആ ഘട്ടങ്ങളിൽ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ വാദിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ആലപ്പുഴ പാർട്ടി പിടിക്കാൻ VS പക്ഷത്തൊപ്പം നിന്ന പാർട്ടി പിണറായി പക്ഷത്തേക്ക് ചേർക്കാൻ ഏറ്റവും അധികം യത്നിച്ച അതിൽ വിജയിച്ച നേതാവ് കൂടിയാണ് G സുധാകരൻ. ആ സുധാകരനാണ് ഇപ്പോൾ ഒരു തിരിച്ചറിവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കവിത ഒരുപക്ഷെ VSനോട് മാപ്പ് ചോദിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്റെ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയായി കൂടി ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാം. ഏതായാലും VSന്റെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ് ഈ കവിതയിലുടനീളം G സുധാകരൻ. പുന്നപ്രയുടെ നായകൻ, ആലപ്പുഴയുടെ വീരപുത്രൻ തുടങ്ങിയ വിശേഷണങ്ങളാണ് VSനുള്ളത്. ഇതിൽ ഒരു ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടത് 2011 2006 G സുധാകരൻ കൂടി ഉൾപ്പെട്ട VS സർക്കാർ, ആ സർക്കാരിന് തുടർച്ചയുണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പാർട്ടിക്ക് പക്ഷേ ആ സർക്കാർ തിരിച്ചു വരുന്നതിനോട് താല്പര്യമില്ല എന്ന വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. മുന്നണി നേതാക്കളും അതുപോലെ തന്നെ CPI നേതാക്കളുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരാമർശം നടത്തിയിട്ടുള്ളതാണ്. VS ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്നതിനോട് പിണറായി പക്ഷത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പലയിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാളിച്ച മനഃപൂർവ്വം പാളിച്ചെന്ന് പറയാൻ കഴിയില്ല, ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് ശരിവയ്ക്കുന്ന ഒരു പരാമർശം ഈ കവിതയുടെ 11ാം അധ്യായത്തിൽ G സുധാകരൻ നടത്തുന്നുണ്ട്. കരളർപ്പോടെ പോരാടിയ ജനസഭ, അതിലെങ്കിൽ മുഖ്യനായി വാണകാലം, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും, യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം, മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായ ഏറെ പടക്കളങ്ങൾ, 3 പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേരുതൊളിക്കുന്ന നാഥനായി, കാലമേ ഇനിയില്ലല്ലോ വിധി നിർണ്ണയിപ്പു എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ അന്ന് വലിയ വിജയം ആ ഘട്ടത്തിലും ഇടതു മുന്നണിക്ക് നൽകിയെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സർക്കാരിന്റെ കാലത്ത് അത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ച സർക്കാർ തിരികെ അധികാരത്തിൽ തുടരാതിരിക്കാൻ ഉണ്ടായി എന്ന് സുധാകരൻ വിമർശിക്കുന്നത്. ഈ കുട്ടനാടിന്, ആലപ്പുഴ ജില്ലയ്ക്ക്, അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ VS അച്യുതാനന്ദൻ എന്ന നേതാവ്, 2 അക്ഷരം ആ നേതാവ് നൽകിയ പിന്തുണ, അവർക്ക് ഉയരാൻ VSന്റെ ശക്തി ഒക്കെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. 2 വരി ഇപ്രകാരമാണ്: മനസ്സിൽ ഇടിനാദമായി ഘോരരാവിങ്കിലും അരുണാഭയായി സുപ്രഭാതത്തിലും ഒരു ശുഭ്രവേഷം നടന്നു നീങ്ങി അസമത്വങ്ങളെ വേട്ടയാടാൻ, അങ്ങനെ അസമത്വങ്ങളെ വേട്ടയാടാൻ നടന്നു നീങ്ങിയ ശുഭ്രവസ്ത്രമായി വസ്ത്രധാരിയായി VSനെ വിശേഷിപ്പിക്കുന്നു. ആ 2 അക്ഷരം കൊണ്ട് ആളുകൾ വിളിക്കുന്ന ആ നേതാവിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ VSനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. പിണറായിക്ക് ചില പരിഹാസങ്ങളുണ്ട് എന്നുകൂടി നമുക്ക് ഇത് വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകും. അതിപ്രകാരമാണ്: കയ്യിൽ കഠാരയോ കത്തികളോ മിന്നിച്ചിത്രം വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങി, ചുറ്റും നിറഞ്ഞ ഹതാശയ പട്ടിണി മക്കളെ തൊട്ട് നീങ്ങി എന്നൊക്കെ പറഞ്ഞ് VSനെ പോഴ്ത്തുമ്പോൾ ബ്രണ്ടൻ പഠനകാലത്തെ പിണറായി ഒരിക്കൽ അനുസ്മരിച്ചതും ഊരിപ്പിടിച്ച കത്തിയും വാളുമൊക്കെ പിണറായി പരാമർശിച്ചതുമൊക്കെ ഇത് വായിക്കുന്ന ആർക്കെങ്കിലും എന്തായാലും VS അച്യുതാനന്ദനെ പുകഴ്ത്തുകയാണ് കവിതയിൽ. അതേസമയം തന്നെ പിണറായി വിജയനെതിരെ ചില പരിഹാസങ്ങളും G സുധാകരന്റേതായി ഉണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തി. രാവിലെ 10 മണിയോടെ വഡോദര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. തുടർന്ന് വഡോദരയിൽ നിന്ന് വ്യോമസേന സ്റ്റേഷൻ വരെ 1 കിലോമീറ്റർ റോഡ് ഷോ ഉണ്ടായിരുന്നു.
ദാഹോദ്, ഭുജ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെ പൊതുപരിപാടികളിൽ 82,950 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. സോംനാഥ് അഹമ്മദാബാദ് വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സ്ഥാപിച്ച ദാഹോദിലെ റെയിൽവേ ഉൽപാദന യൂണിറ്റും ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്ത് ഭാറൂച്ചിൽ വൻ തീപിടുത്തം. ശ്വേതായാൻ കെംടെക് കമ്പനിയിൽ പുലർച്ചെയോടെയാണ് വൻ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ ജീവനക്കാർ കുറവായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. 4 ജീവനക്കാരെ കെട്ടിടത്തിൽ നിന്ന് രക്ഷിച്ചു. 3 പേർക്ക് സാരമായ പൊള്ളലേറ്റു. ബഹുനില കെട്ടിടത്തിൽ 8 ഫയർ എഞ്ചിനുകൾ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കെട്ടിടത്തിന്റെ കീഴ്നിലകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ സുഗാന്ത് സുരേഷ് കീഴടങ്ങി. കൊച്ചി DCP ഓഫീസിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത്. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉയർത്തിയതിനിടെയാണ് പ്രതി കൊച്ചിയിൽ കീഴടങ്ങിയത്. ഇന്ന് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ഗുരുതരമായി ബാധിച്ച നിലയിലാണ് പ്രതി ആശുപത്രിയിൽ തുടരുന്നത്. കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നതിൽ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും. അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതിന് മുൻപേ എല്ലാ പില്ലറുകളുടെയും ബലപരിശോധന നടത്താനാണ് തീരുമാനം. ഇന്നലെ ഫ്ളാറ്റ് സന്ദർശിച്ച സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡോക്ടർ അനിൽ ജോസഫിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പില്ലർ തകർച്ച പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് പ്രാഥമിക വിവരം നൽകും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് മോചനം. ഏറെ നാളായി അബ്ദുൾ റഹീമിന്റെ മോചനം കാത്തു കഴിയുകയായിരുന്നു. അബ്ദുൾ റഹീമിന് മോചനം എന്നുള്ളതാണ് വധശിക്ഷയിൽ ഇളവ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എപ്പോഴേക്കും മോചനം സാധ്യമാകും? എങ്ങനെയാണ് ഈ അവസാന സമയത്ത് ഇങ്ങനെ ഒരു മോചനം സാധ്യമായത്? ഏറെ നാളായി കാത്തിരുന്നതാണല്ലോ ഈ മോചനം. മഞ്ജുഷ, ഇക്കാര്യത്തിൽ കുറച്ച് വ്യക്തതകൾ കൂടി വരാനുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 20 വർഷമായി ശിക്ഷ നിജപ്പെടുത്തി, അല്ലെങ്കിൽ 20 വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് കുടുംബത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 19 വർഷം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി 1 വർഷം കൂടി ജയിലിൽ കഴിയേണ്ടി വരും എന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ കാര്യത്തിൽ വന്നിട്ടില്ല. അല്പസമയത്തിനകം ഈ സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം കുടുംബത്തിലെത്തും. ഇപ്പോൾ വീട്ടിൽ ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചാണ് 20 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സമയം കണക്കാക്കുമ്പോൾ ഏതാണ്ട് 19 വർഷത്തിന് അടുത്ത് ഇതുവരെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അധിക നാളുകൾ ജയിലിൽ കഴിയേണ്ടി വരില്ല എന്ന ഒരു വിവരമാണ് നൽകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പലവട്ടം ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും സാങ്കേതികമായ മറ്റു കാരണങ്ങളാലും കോടതി കേസിന്റെ ഒരു ബാഹുല്യം പരിഗണിച്ചുമൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ഈ 34 കോടി രൂപ കഴിഞ്ഞ റമദാൻ കാലത്താണ് ഈ ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച് കൈമാറിയത്, ഈ സൗദി കുടുംബത്തിന് കൈമാറിയത്. പക്ഷേ അതിനുശേഷവും ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. മധ്യസ്ഥ വഴിയൊക്കെ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇതിനുശേഷം കോടതിയിൽ ഈ പണം നൽകിയ കാര്യം പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് പലവട്ടം കേസ് പരിഗണിച്ച് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്നാൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ശിക്ഷ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് എത്തിയതായി വീട്ടിൽ വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അഭിഭാഷകരിൽ നിന്നും മറ്റുമൊക്കെ അല്പം കൂടി വ്യക്തത ഈ സംബന്ധിച്ച ലഭിക്കേണ്ടതുണ്ട്. അതായത് ശിക്ഷ കാലാവധി സംബന്ധിച്ചും ഇതിനകം ശിക്ഷ അനുഭവിച്ച കാലയളവ് സംബന്ധിച്ചും ഇനി എത്ര നാൾ കൂടി ജയിലിൽ കഴിയേണ്ടത് വരും എന്ന് സംബന്ധിച്ചുമൊക്കെ ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം കുടുംബം ഈ അഭിഭാഷകരിൽ നിന്നും ഈ കാര്യം അറിഞ്ഞ ശേഷം മാധ്യമങ്ങളുമായി കാണും. ശരി, ഇനി ജയിൽ മോചന ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണവും സ്വർണവും മൊബൈൽ ഫോണും കാറും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിലായി. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലോട് സ്വദേശി ആസിഫ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ അർഷാദ് പേയാട് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. 2 ആഴ്ച മുൻപ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയാണ് കാട്ടാക്കട സ്വദേശിയെ കഴക്കൂട്ടത്ത് വിളിച്ചു വരുത്തിയത്. തുടർന്ന് പ്രതികളെത്തി തടഞ്ഞു നിർത്തി പണവും മറ്റു വസ്തുക്കളും അപഹരിക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.